ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ പതിയെ പതിയെ തൻ്റെ താളം കണ്ടെത്തി വരികയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടി. കഴിഞ്ഞ 5 മത്സരങ്ങളിലും 90 മിനിറ്റ് കളിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഏതായാലും നെയ്മറുടെ ഈ കലണ്ടർ വർഷത്തിലെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സോഫാസ്കോർ ബ്രസീൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2025 ആകെ നെയ്മർ ജൂനിയർ 17 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 13 മത്സരങ്ങളിലാണ് നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള 4 മത്സരങ്ങളിൽ പകരക്കാരന്റെ വേഷത്തിലാണ് നെയ്മർ എത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് 9 ഗോൾ പങ്കാളിത്തങ്ങളാണ് നെയ്മർ ജൂനിയർ വഹിച്ചിട്ടുള്ളത്. 6 ഗോളുകളും 3 അസിസ്റ്റുകളുമാണ് നെയ്മർ സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് ഓരോ 133 മിനിറ്റിനിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 7 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 46 കീ പാസുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. 42 ഷോട്ടുകൾ അദ്ദേഹം ആകെ ഉതിർത്തിട്ടുണ്ട്. അതിൽ 19 ഷോട്ടുകളും ടാർഗറ്റിലേക്കായിരുന്നു. 26 ഡ്രിബിളുകളാണ് സക്സസ് ആയിക്കൊണ്ട് നെയ്മർ ജൂനിയർ പൂർത്തിയാക്കിയിട്ടുള്ളത്. ആകെ 57 ഫൗളുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. സോഫാസ്കോറിന്റെ റേറ്റിംഗ് വരുന്നത് 7.43 ആണ്. ഇതാണ് ഇപ്പോൾ ആ ഒരു കണക്കുകളായിക്കൊണ്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ഹീറ്റ് മാപ്പും ഇപ്പോൾ സോഫാസ്കോർ ബ്രസീൽ പുറത്തു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മികച്ച പ്രകടനം തന്നെയാണ് നെയ്മർ ജൂനിയർ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് സാന്റോസ് ഒരു വലിയ ടീമൊന്നുമല്ല, അതല്ലെങ്കിൽ ഒരുപാട് മികച്ച താരങ്ങൾ ഉള്ള ടീമൊന്നുമല്ല. റെലഗേഷൻ സോണിലായിരുന്നു ഇതുവരെ അവർ ഉണ്ടായിരുന്നത്. ആ ടീമിനകത്ത് നിന്നുകൊണ്ട് മികച്ച പ്രകടനം നടത്താൻ നെയ്മർ ജൂനിയർക്ക് കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് നെയ്മർ ജൂനിയർ ഉണ്ടാകുമ്പോൾ അവർ മികവ് കാണിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നെയ്മറുടെ ഒരു സവിശേഷത എടുത്തു കാണിക്കുന്ന കാര്യമാണ്. അദ്ദേഹം തൻ്റെ മികവിലേക്ക് എത്തുന്നു എന്നുള്ളത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.